أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أيها الناس اتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും മുഴുവൻ അവസരങ്ങളിലും മുഴുവൻ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും സർവശക്തൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഹൃദ്യമായ ഈദുൽ ഫിത്ർ ആശംസകൾ നേരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലത്തെ പരീക്ഷണത്തിൻ്റെ തീച്ചൂളയെ അതിജീവിച്ച് നമ്മുടെ ജീവിതം അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയ ജീവിതമാണെന്ന് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഉദ്ഘോഷിച്ച് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറിയതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനകളുണ്ട്. കരയുന്ന കുഞ്ഞുങ്ങളുടെ തേങ്ങലുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനകളുണ്ട്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ഉറ്റവരുടെ കണ്ണീരിണ്ട നനവിലാണ് ഓരോ പ്രഭാതവും ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും വെടിയൊച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മരണത്തിന്റെ സംഖ്യകൾ നമ്മളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നോട്ട് നോക്കുമ്പോൾ അസമാധാനത്തിന്റെ വലിയ വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നതിൻ്റെ സൂചനകളുണ്ട്. എന്നിട്ടും എന്തേ ഇങ്ങനെ ഒരു പെരുന്നാൾ ആഘോഷം എന്ന് ചോദിക്കുന്നവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പും ദാഹവും സഹിച്ച് ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ ക്ഷമിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ പൂർണ്ണമായി വിധേയരായി ജീവിക്കുവാൻ ഒരു പരിശീലനം എന്നോളം ഒരു മാസക്കാലത്തെ നോമ്പ് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കി. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അവർ നോമ്പ് അറിഞ്ഞിട്ടില്ല, അവർ നോമ്പിനെ മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് നോമ്പ് എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അവർ നോമ്പ് നോറ്റിട്ടില്ല. പക്ഷെ നമ്മൾ നോമ്പ് നോറ്റിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ നോമ്പിന്റെ അന്തസത്ത മനസ്സിലാക്കി, അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണോ അതിസൂക്ഷ്മമായി തഖ്വയോടുകൂടി നോമ്പ് നോൽക്കേണ്ടത് അത് മനസ്സിലാക്കി നമ്മുടെ ഒരു മാസക്കാലത്തെ നോമ്പ് പൈശാചികമായ പ്രേരണകളും ഭൗതികമായ പ്രേരണകളും മറികടന്ന് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് നമ്മൾ ഒരു മാസത്തെ നോമ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. വലിതുക്മിലുൽ ഇദ്ദത, എണ്ണം പൂർത്തിയാക്കിയതിന്റെ സന്തോഷമാണിത്. ലോകത്തിലെ ഒരുപാട് ആളുകൾക്ക് സാധിക്കാതെ പോയ, ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ, ഒരുപാട് ആളുകൾ പരിശ്രമിച്ചിട്ട് ലഭിക്കാതെ പോയ ആ വലിയ സൗഭാഗ്യം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം 29 ദിവസമുണ്ടായിരുന്ന ഈ വർഷത്തിലെ
റമദാൻ മാസത്തിലെ നോമ്പ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അതിന്റെ സന്തോഷമാണ് നമ്മൾ ഇന്ന് ഈ പെരുന്നാളിലൂടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും ചെറുതാവട്ടെ വലുതാവട്ടെ സർവശക്തനായ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം, അവന്റെ കൽപ്പന പ്രകാരം, അവന്റെ ഖദർ അനുസരിച്ച്, അവന്റെ ഖളയനുസരിച്ച് നടക്കൂ എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരൊക്കെയും. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് സൂക്ഷ്മതയോടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് പകൽ വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് നോമ്പ് നോറ്റ് രാത്രിയിൽ ഉറക്കമൊഴിച്ച് ദീർഘമായി അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണ് നിറച്ച് സുജൂദ് ചെയ്ത് പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജീവിതത്തിന്റെ തിന്മകളെ മുഴുവനും ഒഴുക്കിക്കളഞ്ഞ് കരിച്ചു കളഞ്ഞ് സംശുദ്ധമായ ഒരു ഹൃദയവുമായി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അവസരം തന്നത്, അനുവാദം തന്നത്, നമ്മുടെ മനസ്സിനെ അതിന് കീഴ്പ്പെടുത്തി തന്നത്, നാളെ നമ്മെ സ്വർഗാവകാശികളാക്കണമെന്ന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സൃഷ്ടാവായ പടച്ചറബ്ബാണ്. ആ പടച്ചറബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹുവിന് കീഴ്പ്പെട്ടു ജീവിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് അള്ളാഹുവിന്റെ അനുമതി കിട്ടിയവർക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബ് മുസ്ലിം ആവാതെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് സങ്കടപ്പെട്ട് പ്രവാചകൻ കരയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദിവ്യമായ വെളിപാട് നൽകുന്നുണ്ട്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. മുഹമ്മദ് നബിയെ, നീ ഉദ്ദേശിക്കുന്ന ഒരാളെ, നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഈ ഹിദായത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അതിനുള്ള അധികാരമോ അതിനുള്ള കഴിവോ നിനക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് അബൂ ത്വാലിബ് മുസ്ലിം ആകാത്തതിന്റെ പേരിൽ നീ സങ്കടപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു തആല പ്രവാചകനെ സമാധാനിപ്പിക്കുന്ന വചനം നമ്മൾ മനസ്സിൽ കൊത്തിവെക്കണം. ഞാനും നിങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്ന, അല്ലാഹു അക്ബർ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഉറക്ക വിളിച്ചു പറയുന്ന ഒരു ജനക്കൂട്ടമായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സർവശക്തനായ റബ്ബ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ്, ആകാശഭൂമികളുടെ നിയന്താവായ റബ്ബ്, ഈ ലോകത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ അംറായ പടച്ചതമ്പുരാൻ നമ്മെ അള്ളാഹുവിന് കീഴ്പ്പെട്ടു ജീവിക്കുന്ന ഒരു മുസ്ലിമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് പടച്ച റബ്ബിനോട് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അല്ലാഹു തആല നേർമാർഗത്തിലാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ പെരുന്നാൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ കേവലമായ ഒരു മുദ്രാവാക്യമല്ല, വിപ്ലവത്തിന്റെ തീപ്പൊരി കാണിക്കാൻ തെരുവോരങ്ങളിൽ മുഷ്ടി ചുരുട്ടി വിളിക്കേണ്ട വെറും മുദ്രാവാക്യമല്ല അല്ലാഹു അക്ബർ. മറ്റുള്ളവർക്ക് മുമ്പിൽ സ്വന്തം ഈമാനിനെ പ്രദർശിപ്പിക്കാൻ തസ്ബീഹ് മാലകളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട വെറും ഒരു വാക്കല്ല അല്ലാഹു അക്ബർ. ഭിക്ഷാടകന്മാർ വീട് മുറ്റത്ത് സാന്നിധ്യം അറിയിക്കുവാനുള്ള വെറും ഒരു മന്ത്രമല്ല അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ഈ ലോകത്ത് വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റുണ്ടാക്കിയ വലിയ ഒരു മുദ്രാവാക്യമാണ്. അധികാരത്തിന്റെ കൊതിയന്മാർക്കെതിരെ, അക്രമികൾക്കെതിരെ, മനുഷ്യരെ അടിമകളാക്കി വെച്ച, മനുഷ്യരുടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിച്ചു കളഞ്ഞ അക്രമികളായ ഭരണകൂടങ്ങൾക്കെതിരെ, ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആരാധകരായ, അതിന്റെ പ്രചാരകരായ, സ്വാധീനമുള്ള നാട്ടിലെ വലിയ വലിയ പടുക്കൂറ്റൻ വ്യക്തികൾക്കെതിരെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് അല്ലാഹു അക്ബർ. ആരും എന്റെ മുമ്പിൽ അല്ലാഹുവിനേക്കാൾ വലുതല്ല. ഞാൻ, എന്റെ കുടുംബം, എന്റേത് സർവസ്വവും എന്റെ സർവശക്തനായ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്, അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. അത് വലിപ്പം കൊണ്ടോ ആകാരം കൊണ്ടോ അല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിച്ചത് എന്റെ ജീവിതത്തിൽ എന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സർവശക്തനായ റബ്ബ് മാത്രമാണെന്നിരിക്കെ എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ നേർച്ച
അപേക്ഷകൾ, എന്റെ സഹായാർത്ഥനകൾ, എന്റെ ജീവിതത്തിലെ ഇബാദത്തിന്റെ മുഴുവൻ വശങ്ങളും അംശങ്ങളും അല്ലാഹുവല്ലാതെ ഒരാളിലേക്കും അത് വഴിമാറിപ്പോവുകയില്ല. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൈ ഉയർത്തി വിളിക്കുന്നത് അല്ലാഹുവിനെ മാത്രമായിരിക്കും. അല്ലാഹുവിന്റെ ഒരടിമയോടും, മലക്കാവട്ടെ, ജിന്നാവട്ടെ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, അല്ലാഹുവിനോടല്ലാതെ ഒരാളും എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവുകയില്ല. അല്ലാഹുവേ എന്ന വിളിക്കു പകരം ആ സ്ഥാനത്ത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ പേരും ഞാൻ വെക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് അല്ലാഹു അക്ബർ. ഈ ലോകത്തിലെ ജീവിതം പ്രക്ഷുബ്ധമായ ജീവിതമാണ്, പരീക്ഷണങ്ങളാണ് എല്ലായിടങ്ങളിലും നമ്മളെ വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഭയം, വിശപ്പ്, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, കാർഷിക നഷ്ടം, ഇതിൽ കൂടിയൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ജീവിതം എപ്പോഴും സുഖകരമാവുകയില്ല. ആ ജീവിതത്തിൽ പ്രയാസത്തിന്റെ വലിയ കടമ്പകൾ നമ്മൾ ചാടിക്കടക്കേണ്ടി വരും. അത്തരം സമയങ്ങളിൽ തളർന്നു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, ജീവിക്കണമോ വേണ്ടയോ എന്നാലോചിക്കാതിരിക്കാൻ, ആത്മഹത്യയുടെ തുണിത്തുമ്പിലേക്ക് മനുഷ്യന്റെ ചിന്തകൾ പോകാതിരിക്കാൻ അല്ലാഹു നമ്മളെ പഠിപ്പിച്ച ആദർശത്തിന്റെ, സമാധാനത്തിന്റെ വാക്കാണത്. അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെട്ട്, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച്, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ജീവിതത്തിന്റെ ഏത് പ്രക്ഷുബ്ധമായ സന്ദർഭങ്ങളിലും, ഏത് പ്രതിസന്ധികളിലും അല്ലാഹു തആല നിങ്ങൾക്ക് മോചനത്തിന്റെ വഴി കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ മോചനത്തിന്റെ വഴിയിലേക്കുള്ള മന്ത്രമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പലതാവാം. സാമ്പത്തികമാവാം, കുടുംബപരമാവാം, മാനസികമാവാം, രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളാവാം, മറ്റു പൊതുവെ ഉണ്ടാകുന്ന പ്രയാസങ്ങളാവാം, യുദ്ധങ്ങളാവാം, പട്ടിണിയാവാം, സാമ്പത്തികമാവാം, എന്താവാം. അപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നതാണ്, എന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതാണ്. ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി ഞാൻ ഇതിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പാപമോചനം നൽകി എന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എന്റെ റബ്ബ് കൊണ്ടുപോകുമെന്ന ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാവട്ടെ. എനിക്ക് താങ്ങാനാവാത്ത പരീക്ഷണത്തിൽ റബ്ബ് എന്നെ വലച്ചു പോകുമോ എന്ന് ഒരാളും ഭയപ്പെടേണ്ടതില്ല. ഒരു മനുഷ്യനും താങ്ങാനാവാത്തതൊന്നും അല്ലാഹു തആല മനുഷ്യർക്ക് നൽകുകയില്ലെന്ന് അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളും വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. പണ്ടുകാലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരാൾക്കുണ്ട് എന്ന് പറയപ്പെടുന്ന രോഗങ്ങൾ നമ്മുടെ അയൽപ്പക്കത്തും നമ്മുടെ വീട്ടുമുറ്റത്തും ഉമ്മറപ്പടികൾ കടന്ന് നമ്മുടെ വീടിന്റെ ഉള്ളുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹായത്തിന് വേണ്ടി റോഡാന്തരം റോഡിലെ ഹമ്പിന്റെ ഇരുവശങ്ങളിൽ പോലും ഓട്ടോറിക്ഷകളുമായി, ബക്കറ്റുകളുമായി പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ രോഗത്തിന്റെ കാഠിന്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ആശുപത്രികൾ നമ്മുടെ നാട് രോഗാതുരമാകുന്നതിന്റെ അടയാളങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രതിസന്ധിയിലും കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ട്. അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ, അനുസരണക്കേട് കാണിക്കുന്ന ദമ്പതികൾ, അനുസരണക്കേടിന്റെ പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, അറ്റുപോയ കുടുംബങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതയുടെ കാരണങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയമായ അസ്വസ്ഥതകളുണ്ട്, അന്താരാഷ്ട്രപരമായ അസ്വസ്ഥതകളുണ്ട്. നമ്മുടെ ജീവിതത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തിനെ ഹോമിച്ച് മരുഭൂമിയിൽ പോയി പണിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെ ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നില്ല. ഭക്ഷണം പോലും കിട്ടാത്തവരുണ്ട്. അവർ സങ്കടത്തിലാണ്. നാട്ടിലെ കുടുംബത്തെ ഓർത്ത് അവർ സങ്കടപ്പെടുന്നുണ്ട്. പ്രയാസങ്ങൾ പല രൂപത്തിലാണ് നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുക, ഏതൊരു പ്രയാസവും അല്ലാഹു അറിയാത്ത ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമല്ലാതെ ഒരില പോലും ഈ മരത്തിൽ നിന്ന് താഴെ വീഴുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒക്കെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്, ഒക്കെ റബ്ബിന്റെ നിശ്ചയപ്രകാരമാണ്, ഒക്കെ റബ്ബിന്റെ കൃത്യമായ കണക്കനുസരിച്ചാണ്. അത് പാളിപ്പോവുകയില്ല. അതുകൊണ്ട് ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി ആ റബ്ബിനോട് തേടുക. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നിനക്ക് ചോദിക്കാനുള്ളത് അല്ലാഹുവിനോട് ചോദിക്കുക. നിനക്ക് അഭയം തേടാനുള്ളത് ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിൽ
അള്ളാഹുവിനോട് അഭയം തേടുക എന്ന പ്രവാചക വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വിട്ടുവീഴ്ചയും ക്ഷമയും ഏറ്റവും അനിവാര്യമാണ് എന്ന് കുടുംബത്തിലെ മൂത്തവരും അവർക്ക് പിറകിലുള്ളവരും മനസ്സിലാക്കുക. ഞാനാണ് വലിയവൻ, എന്റെ അധികാരമാണ് വലുത് എന്ന സ്ഥാനത്ത് നിന്ന് ഒത്തിരി മാറിയിട്ട് എല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട്, എല്ലാവർക്കും താല്പര്യങ്ങളുണ്ട്, എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്, അത് ചേർത്ത് പിടിച്ചു പോകേണ്ടവരാണ് ഞാൻ എന്ന ബോധത്തോടുകൂടി കുടുംബനാഥന്മാരും കുടുംബത്തിലെ നായികമാരും കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട തലമുറ, നമ്മുടെ ചെറിയ തലമുറ, യുവാക്കൾ, അവർ ജീവിക്കുന്ന ജീവിതം, അവരുടെ ലോകം പ്രക്ഷുബ്ധമാണ്. ആഭാസത്തരങ്ങളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ കാലുവഴുതി പോകാൻ, മനസ്സൊന്ന് തെന്നിപ്പോകാൻ നൂറായിരം അവസരങ്ങളുണ്ട്. അതുകൊണ്ട് കുറ്റപ്പെടുത്താതെ, ചീത്ത പറയാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. അവരെ സ്നേഹം കൊണ്ട് മൂടുക. പുറത്തേക്ക് സ്നേഹം ഒഴുകിപ്പോകാതെ ആ സ്നേഹത്തിനെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്നേഹത്തെ നമ്മൾ തന്നെ സ്വന്തമാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കപടമായ സ്നേഹത്തിലൂടെ അവരെ വഴിതിരിച്ചു കൊണ്ടുപോകുവാനും നശിപ്പിക്കുവാനും കാത്തിരിക്കുന്ന കള്ളക്കഴുകന്മാരും ലഹരി മാഫിയയും തീവ്രവാദത്തിന്റെ വാക്താക്കളും ഒക്കെ വാണരുന്ന ലോകത്ത് നമ്മുടെ തലമുറ നഷ്ടപ്പെടാതിരിക്കാൻ സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കാനും ചേർത്ത് പിടിക്കാനും ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ ഇന്ന് കാണുന്ന ഈ പദവിയിലെത്താൻ വേണ്ടി, അവസ്ഥയിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ, നിങ്ങൾക്ക് വേണ്ടി വേദനിച്ച, നിങ്ങൾക്ക് വേണ്ടി ചോരയൊഴുക്കിയ, നിങ്ങൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ കണ്ട, നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ നല്ല നാളുകൾ മാറ്റിവെച്ച് വേദനകളിലേക്ക് നടന്നുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മറക്കരുതവരെ. ഒരുപാട് വർഷം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണവർ, നിങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചവരാണവർ, നിങ്ങളെ കൊണ്ട് സ്വപ്നങ്ങൾ കണ്ടവരാണവർ. ആ മാതാപിതാക്കളെ മാറ്റി നിർത്തി ഇന്നലെ മിനിഞ്ഞാന്ന് എവിടെ നിന്നെങ്കിലും കണ്ട ആരെങ്കിലും നീട്ടിത്തന്ന ഒരു ചോക്ലേറ്റിന്റെ, ഒരു മെസ്സേജിന്റെ തണലിൽ ജീവിതം വഴിമാറി പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരി മാഫിയയുടെ വല്ലാത്ത പിടുത്തമാണ് ലോകത്ത്. ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ തലമുറയെ ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ അതിനുള്ള വഴികളെല്ലാം അവർ വളരെ ഭദ്രമായി കൈകാര്യം ചെയ്യുന്ന പോലീസിനെയും പട്ടാളത്തെയും കോടതികളെയും മറികടന്നുകൊണ്ടാണ് ലഹരി മാഫിയയുടെ ശ്രമങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരിഷ്ടത്തിന് വേണ്ടി, എന്താണെന്ന് അറിയാൻ വേണ്ടി, ആളുകൾക്കിടയിൽ ആളാവാൻ വേണ്ടി, ഇല്ലാത്ത അനുഭൂതികൾക്ക് വേണ്ടി ഒരൊറ്റ പ്രാവശ്യം എന്ന രൂപത്തിൽ ലഹരിയിലേക്ക് നടന്നു പോകുമ്പോൾ തിരിച്ചറിയണം, തിരിച്ചു നടക്കാൻ കഴിയാത്ത വിധമുള്ള അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബങ്ങൾ അവർക്ക് നഷ്ടമാകുന്നത് അവർ ഇഷ്ടപ്പെട്ട കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെയാണ് എന്ന് മറക്കാതിരിക്കണം. പ്രിയപ്പെട്ടവരെ, മതപ്രവർത്തകരെ, മഹല്ല് ഭാരവാഹികളെ, പൊതുപ്രവർത്തകരെ, സമൂഹത്തിന് താങ്ങാവേണ്ടത്, തണലാവേണ്ടത് നന്മയുടെ മാർഗത്തിൽ ആ സമൂഹത്തെ നടത്താൻ വേണ്ടിയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ, മറ്റേതെങ്കിലും പേരിൽ, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനതയെ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുക. അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, നല്ലതിന്റെ മാർഗത്തിൽ അവരെ നയിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക, നല്ല വഴി കാണിക്കുക. അതാണ് ജീവിതത്തിന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിൽ ഒരു മാസക്കാലം നമ്മൾ അനുഷ്ഠിച്ച വിശുദ്ധമായ കർമ്മങ്ങളുടെ മുഴുവൻ പ്രതിഫലങ്ങളും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിലുള്ള വീഴ്ചകളൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് ഞങ്ങളുടെ റമളാനിൽ ഞങ്ങളുടെ കർമ്മങ്ങളിൽ വന്നുപോയ പാപങ്ങളൊക്കെയും അർഹമുർ-റഹീമായ തമ്പുരാനെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അറിവ് കൊണ്ടോ വിവേകക്കുറവ് കൊണ്ടോ സംഭവിച്ചു പോയ അബദ്ധങ്ങളെത്രയും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ കുടുംബസമേതം സ്വർഗത്തിലെ അനശ്വരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നരകത്തിന്റെ കത്തുന്ന തീയിൽ വിറകാകുന്നവരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അപകടകരമായ രോഗങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത വേദനകളിൽ നിന്ന്, സഹിക്കാനാവാത്ത സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, സാമൂഹ്യ വിപത്തുകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചു തന്ന, ഈ സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പമാർ, കാരണവന്മാർ, ഞങ്ങൾ ഈ പരുവത്തിലെത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹുവേ, അവർ പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ കാരുണ്യം നൽകണമേ റബ്ബേ. അവരുടെ ബർസഖി ജീവിതം സന്തോഷകരമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളുടെ മടിയിൽ തലവെച്ച് കിടക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന മക്കളിൽ, കുടുംബങ്ങളിൽ
കുടുംബങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഈ ഈദ്ഗാഹിലേക്ക് വന്നു ചേരാൻ കൊതിച്ചിട്ടും രോഗത്തിന്റെ പ്രയാസങ്ങൾ കാരണത്താൽ, വേദനകളുടെ പ്രയാസങ്ങൾ കാരണത്താൽ നിറഞ്ഞ കണ്ണുകളോടെ അവർ വീടുകളിലും ആശുപത്രികളിലും ഉണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ റബ്ബേ, സമാധാനം നൽകണമേ റബ്ബേ, ശാന്തി നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെയും കുടുംബങ്ങൾ അസ്വസ്ഥമാണ്, ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, വേദനകളും കണ്ണീരുമുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ റബ്ബേ, ശാന്തി നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരുഭൂമികളിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മെഴുകുതിരി പോലെ കത്തിച്ചു കളയാൻ പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അസമാധാനത്തിന്റെ നിഴലുകളാണ്, സങ്കടങ്ങളിലാണ്, പ്രയാസങ്ങളിലാണ്, പെരുന്നാൾ പോലും ആഘോഷിക്കാനാവാത്ത സങ്കടത്തിന്റെ ഇരുട്ടുമുറികളിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണമേ റബ്ബേ, ശാന്തി നൽകണമേ റബ്ബേ. സമാധാനത്തിന്റെ നല്ല പുലരികളെ എത്രയും പെട്ടെന്ന് നീ അവർക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരായി ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റബ്ബേ, സമാധാനങ്ങൾ നൽകണമേ റബ്ബേ. അരക്ഷിതാവസ്ഥയിൽ നിന്ന്, അതിക്രമത്തിന്റെ ഭാവിയിൽ നിന്ന് സമാധാനത്തിന്റെ വഴിയിലേക്ക് നടക്കാൻ അല്ലാഹുവേ എല്ലാ മനുഷ്യർക്കും, എല്ലാ ലോകർക്കും, എല്ലാ രാജ്യത്തുള്ളവർക്കും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ റബ്ബനാ اغفر لنا ولوالدينا. اللهم ربنا اغفر لنا ولوالدينا. اللهم رب ارحمهما كما ربياني صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസക്കാലത്തെ റമളാൻ നമുക്ക് നൽകിയ ഈ മഹത്തായ ചൈതന്യമുണ്ടല്ലോ, ആ ചൈതന്യത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്തൊടക്കുന്ന ദൗർഭാഗ്യവാന്മാരായ ഒരു ജനതയായി നമ്മൾ മാറരുത്. നമുക്ക് കിട്ടിയ ഈ തഖ്വയുണ്ടല്ലോ, ഈ ഈമാൻ ഉണ്ടല്ലോ, അടുത്ത 11 മാസക്കാലം അല്ല, നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പാകുന്നത് വരെ, സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പാകുന്നത് വരെ ആരാധനകൾ തുടർന്നുകൊണ്ടിരിക്കുക. റമളാനിൽ ഏതൊരു അല്ലാഹുവിനെയാണോ നമ്മൾ ഭയപ്പെട്ടത്, ആ അല്ലാഹുവാണ് ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുക. റമളാനിൽ ഏതൊരു അല്ലാഹുവിനെയാണോ നമ്മൾ സൂക്ഷിച്ചത്, ആ അല്ലാഹുവാണ് ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുക. റമളാനിൽ ഏതൊരു അല്ലാഹുവിന് വേണ്ടിയാണോ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്, ആ അല്ലാഹുവാണ് ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുക. റമളാനിൽ ഏതൊരു അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ ഉറക്കമൊടിച്ച് പട്ടിണി കിടന്ന് നമ്മൾ ത്യാഗം സഹിച്ചത്, ആ അല്ലാഹുവാണ് ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് മറക്കാതിരിക്കുക. അതുകൊണ്ട് ജീവിതത്തിന്റെ നന്മയുടെ വഴിയിലേക്ക് പ്രവേശിക്കുക. പെരുന്നാൾ ദിവസം പ്രത്യേകിച്ചും അനാർഭാടത്തിന്റെ അല്ലെങ്കിൽ അമിതമായ ആഘോഷത്തിന്റെ, വൃത്തികെട്ട വേണ്ടാത്ത ബന്ധങ്ങളുടെ, വേണ്ടാത്ത കർമ്മങ്ങളുടെ പേരിൽ വിശുദ്ധമായ ഈ ദിവസത്തെ അശുദ്ധമാക്കാതിരിക്കാൻ, ജീവിതത്തെ അശുദ്ധമാക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പരസ്പരം കാണുക, സ്നേഹം പങ്കുവെക്കുക, പരസ്പരം സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറയുക, പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് ഒന്നായിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്.